നമസ്കാരം. തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിലെ ഓജി കപ്പിൾ പട്ടികയിൽ ഇടം പിടിച്ച വിജയും സംഗീതയും വേർപിരിയാൻ ഒരുങ്ങുന്നുവെന്ന വാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല. 5 വർഷമായി വിജയിൽ നിന്നും അകന്നു കഴിയുന്ന ഭാര്യ സംഗീത തന്നെയായിരുന്നു വിവാഹമോചനം ആവശ്യപ്പെട്ട് ആദ്യം കോടതിയെ സമീപിക്കുന്നത്. പ്രമുഖ നടിയുമായി വിജയ്ക്കുള്ള വഴിവിട്ട ബന്ധമാണ് ഡിവോഴ്സ് എന്ന തീരുമാനത്തിലേക്ക് എത്താൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന വേദനയോടെ തന്നെയാണ് സംഗീത പറഞ്ഞിരിക്കുന്നത്. മാസ്റ്റർ സിനിമയുടെ റിലീസിനു ശേഷം വിജയ്ക്കൊപ്പം സംഗീത പൊതുവേദിയിൽ എവിടെയും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. 2021 മുതൽ ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ട്. സംഗീത തന്നെയാണ് തൃഷയുമായുള്ള നടന്റെ ബന്ധം ആദ്യം കണ്ടെത്തിയതും ചോദ്യം ചെയ്തതും. തെറ്റ് സമ്മതിക്കുകയും ഇനി ആവർത്തിക്കില്ലെന്ന് സംഗീതയ്ക്ക് വിജയ് വാക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ എന്നിട്ടും പിന്മാറാതെ വിജയ് നടിയുമായുള്ള ബന്ധം തുടർന്നു. ആ നടി തൃഷയാണെന്നും റിപ്പോർട്ടുകൾ വന്നു. വിജയ്ക്കെതിരെ വിവാഹേതര ബന്ധം ആരോപിച്ച് ഭാര്യ സംഗീത വിവാഹമോചനത്തിന് കേസ് കൊടുത്ത വാർത്ത പുറത്തുവന്നതോടെ തമിഴ്നാട്ടിലും പുറത്തും ചൂടുള്ള ചർച്ചാ വിഷയമായി മാറി വിജയ് തൃഷ പ്രണയം. സംഗീത പേര് പറയാതെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചതെങ്കിലും വിജയും തൃഷയും ഒരുമിച്ച് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് അഭ്യൂഹങ്ങളെല്ലാം ശരിയാണെന്ന് പരസ്യമായി സമ്മതിക്കുന്നത് പോലെ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ വിജയും തൃഷയും രഹസ്യമായി വിവാഹിതരായി എന്നുള്ള പ്രചാരണവും സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. ഇരുവരുടെയും വിവാഹത്തിന്റെ ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഇരുവരും വിവാഹവേഷത്തിൽ മാലയണിഞ്ഞു നിൽക്കുന്നതായിരുന്നു ഈ ചിത്രം. ഇത് തമിഴ് സിനിമാ ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ചു. നെറ്റിയിൽ വിഭൂതി ചാർത്തി പട്ടും മുണ്ടും ധരിച്ച് വിജയും ചുവന്ന പട്ടുസാരിയും ആഭരണങ്ങളും അണിഞ്ഞ് തൃഷയും ചിത്രത്തിലുണ്ടായിരുന്നു. ഇരുവരും പരസ്പരം മാല ഇട്ടിരിക്കുന്നത് കണ്ടവർക്കിടയിൽ ഒരു രഹസ്യ വിവാഹം നടന്നുവെന്ന ധാരണ ശക്തമായിരുന്നു. എന്നാൽ AI സഹായത്തോടെ നിർമ്മിച്ച ചിത്രമാണ് സത്യമെന്ന തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. ചിത്രത്തോടൊപ്പം നൽകിയ അടിക്കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ബ്രേക്കിംഗ്. വിജയ് ദളപതിയും തൃഷ കൃഷ്ണനും മാർച്ച് 9 ചെന്നൈയിൽ വെച്ച് ഒരു സ്വകാര്യ ചടങ്ങിൽ വിവാഹിതരായി. അവരുടെ വിവാഹ ചടങ്ങിൽ നിന്നുള്ള ഈ ചിത്രം ഇന്റർനെറ്റിലും പ്രധാന സാമൂഹ്യ മാധ്യമങ്ങളിലും തരംഗമായി. രജനീകാന്ത്, കമൽഹാസൻ, അജിത് കുമാർ, സൂര്യ, ശ്രുതി ഹാസൻ, പൂജ ഹെഗ്ഡെ, ധനുഷ് എന്നിവരുൾപ്പെടെ പ്രമുഖ താരങ്ങൾ അതിഥികളായി പങ്കെടുത്തു. ദേവൈമേഷൻ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് ചിത്രം പ്രചരിച്ചത്. നിരവധി പേർ ഇത് യഥാർത്ഥത്തിലുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ച് ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വ്യാജ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. പ്രചരിച്ച ചിത്രത്തോടൊപ്പം നൽകിയിരുന്ന അടിക്കുറിപ്പിൽ ഈ ചിത്രം വിനോദത്തിന് വേണ്ടി ഒരു ആരാധകൻ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. വിവരങ്ങളുടെ തെറ്റായ പ്രചാരണത്തിനോ വ്യക്തികളോടുള്ള അനാദരവിനോ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയത്തിനാണ് വഴിതെളിയിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ഇരുവരും വിവാഹം കഴിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ എന്തായാലും നടക്കുകയാണ്. അത് മാത്രമല്ല, വിജയും തൃഷയും ഒരു വിവാഹ ചടങ്ങിൽ എത്തിയതും വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. സംഗീത വിവാഹമോചന ഹർജി നൽകിയതിന് പിന്നാലെയാണ് ഇരുവരും ഒന്നിച്ചു ഒരു വിവാഹ ഫംഗ്ഷൻ എത്തുന്നത്. ഇത് വിജയ്ക്കും തൃഷയ്ക്കും കൂടുതൽ വെറുപ്പ് സമ്പാദിക്കാനുള്ള കാരണമായി മാറിയെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. വിജയ് സംഗീത വിവാഹമോചനത്തിന് ശേഷം തൃഷയുമായുള്ള വിവാഹം ഉണ്ടായേക്കുമെന്ന സൂചനയുണ്ട്. തങ്ങളുടെ ബന്ധം സംബന്ധിച്ച് ഇരുവരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സംഗീതയ്ക്ക് വൻ തുക വിജയ് ജീവനാംശമായി നൽകിയേക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 250 കോടിയാണ് ജീവനാംശമായി നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്തായാലും നടനെതിരെ പുതിയൊരു പരാതി സംഗീത നൽകിയിട്ടുണ്ട്. വിവാഹമോചന നടപടികൾ പുരോഗമിക്കവേ താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് സംഗീത സ്വർണ്ണലിംഗം കോടതിയിൽ പുതിയ ഇടക്കാല ഹർജി നൽകിയത്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ താമസിച്ചു വരുന്ന വീട്ടിൽ തുടരാനുള്ള അവകാശം തനിക്കുണ്ടെന്നും കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സൗകര്യം നിഷേധിക്കപ്പെടുമോ എന്ന് താൻ ഭയപ്പെടുന്നതായും സംഗീത ഹർജിയിൽ വ്യക്തമാക്കി. നടന് മറ്റൊരു പ്രമുഖ നടിയുമായുള്ള വഴിവിട്ട ബന്ധമാണ് താൻ വിവാഹമോചനം ആവശ്യപ്പെട്ട് ഹർജി നൽകാൻ കാരണമെന്ന് സംഗീത വ്യക്തമാക്കിയിരുന്നു. 2021 മുതൽ വിജയും സംഗീതയും അകന്നു താമസിക്കുകയാണ്. വിജയുടെ പ്രവൃത്തികൾ മൂലം താനും മക്കളും മാനസികമായി ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചതായും സംഗീത വിവാഹമോചന ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. വിജയ് സംഗീത വിവാഹം 1999 ഓഗസ്റ്റ് 25-നായിരുന്നു. ഏകദേശം 27 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾക്ക് ജേസൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നീ 2 കുട്ടികളുണ്ട്. മക്കളും അമ്മയ്ക്കൊപ്പമാണ്. അതേസമയം വിജയുമായി ബന്ധം പുലർത്തുന്ന നടി തൃഷയാണെന്നാണ് റിപ്പോർട്ടുകൾ. വലിയ കോലാഹലങ്ങൾ നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തൃഷയ്ക്കൊപ്പം വിജയ് പൊതുവേദിയിൽ എത്തിയതും ചർച്ചയായിരുന്നു. അതേസമയം അത് ശരിവെക്കുന്ന രീതിയിൽ തൃഷ തന്നെ പലപ്പോഴായി പോസ്റ്റുകളും ഫോട്ടോകളും പങ്കുവച്ചിട്ടുണ്ട്. സംഗീത വിവാഹമോചന ഹർജി സമർപ്പിച്ചുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വിജയ്ക്കും തൃഷയ്ക്കുമെതിരെ സിനിമാ പ്രേമികളും ആരാധകരും തിരിഞ്ഞു. നടന്റെ ജെന്റിൽമാൻ, ഫാമിലിമാൻ ഇമേജുകളും തകർന്നടിയുന്ന കാഴ്ചയും പ്രേക്ഷകർ കണ്ടതാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും നടക്കുന്ന ബഹളങ്ങളും ചർച്ചകളും ഒന്നും വിജയെയും തൃഷയെയും ഒരു തരിമ പോലും ബാധിച്ചിട്ടില്ല. അതിനുദാഹരണമാണ് പുറത്തു വന്ന പുതിയ വീഡിയോകൾ. വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ തൃഷയ്ക്കൊപ്പം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു നടൻ. നിർമ്മാതാവ് കൽപ്പാത്തി S. സുരേഷിന്റെയും മീനാക്ഷി സുരേഷിന്റെയും മകന്റെ വിവാഹ സൽക്കാരത്തിൽ വിജയും തൃഷയും പങ്കെടുത്തിരുന്നു. ഇരുവരും വിവാഹ സൽക്കാരം നടക്കുന്ന ഇടത്തേക്ക് ഒരേ കാറിൽ നവദമ്പതികളെ പോലെ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ഗോൾഡൻ നിറത്തിലുള്ള കസവുമുണ്ടും ഷർട്ടുമായിരുന്നു വിജയുടെ വേഷം. വിജയുടെ വസ്ത്രത്തിന് മാച്ചാകുന്ന തരത്തിൽ ഗോൾഡൻ നിറത്തിലുള്ള സിൽക്ക് സാരിയായിരുന്നു തൃഷ ധരിച്ചത്. ഇരുവരും ഒരുമിച്ച് നവദമ്പതികൾക്ക് ആശംസകൾ നേരുന്നതും
ബൊക്കെ കൈമാറുന്നതും പോസ്റ്റ് ചെയ്യുന്നതുമെല്ലാം ഒരുമിച്ച് തന്നെ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം വൈറൽ വീഡിയോയിൽ കാണാം. ഇനി ഒളിപ്പിക്കാൻ ഒന്നുമില്ലെന്ന മുഖഭാവമായിരുന്നു തൃഷയ്ക്കും വിജയ്ക്കും. വീഡിയോ വൈറലായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു. ഈ വീഡിയോ കാണും വരെ എല്ലാം വെറും ഗോസിപ്പ് മാത്രമായി തീരണം എന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ തൃഷയ്ക്കൊപ്പം പുഞ്ചിരിയുമായി വിജയ് നിൽക്കുന്നത് കണ്ടപ്പോൾ നടനോട് ഇതുവരെ തോന്നിയ എല്ലാ ബഹുമാനവും നഷ്ടപ്പെട്ടുവെന്നും ചിലർ രോഷം പ്രകടിപ്പിച്ചു കുറിച്ചിരുന്നു. വിജയ്ക്കൊപ്പമുള്ള ഫോട്ടോകൾ ഇടയ്ക്കിടെ തൃഷ പങ്കുവയ്ക്കാറുണ്ടായിരുന്നുവെങ്കിലും ഗോസിപ്പുകൾ ആരംഭിച്ച ശേഷം കപ്പിളിനെ പോലെ ഇരുവരും പൊതുവേദിയിൽ എത്തുന്നത് ഇതാദ്യമാണ്. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഇത് നിങ്ങൾക്ക് ആവശ്യമായിരുന്നോ തലൈവ? എന്തൊക്കെ പറഞ്ഞാലും ദളപതിയുടെ ധൈര്യം സമ്മതിച്ചേ മതിയാകൂ. മറ്റൊരു ജയൻ രവിയെയും കിരീഷിയെയും കണ്ടതുപോലെ തോന്നും. തലൈവൻ മാസ് എംജിആറിനെ പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോഴേ ഇതൊക്കെ ഊഹിക്കണമായിരുന്നു. ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു. പഠിക്കൽ കൊണ്ടുപോയി കലമുടച്ചതുപോലെയായി. ഭാര്യയെ വഞ്ചിച്ചതും പോരാഞ്ഞ് ഇത്തരം പ്രവൃത്തികൾ നോർമലൈസ് ചെയ്യുന്ന പ്രവൃത്തിയാണ് വിജയ് കാണിച്ചു കൂട്ടുന്നത് എന്നിങ്ങനെ നീളുന്നു കമന്റ് ബോക്സിൽ പ്രത്യക്ഷപ്പെട്ട പ്രതികരണങ്ങൾ. സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതിനു ശേഷം കമന്റ് ബോക്സ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് തൃഷ. വിജയ് സംഗീത ദാമ്പത്യം തകർത്തതിന്റെ ദേഷ്യം വിജയ് ആരാധകർ തീർത്തത് നടിയുടെ കമന്റ് ബോക്സിലാണ്. 2021 മുതൽ വിജയും തൃഷയും തമ്മിൽ അടുപ്പത്തിലാണെന്നാണ് സംഗീത വിവാഹമോചന ഹർജിയിൽ പറയുന്നത്. എന്നാൽ നടിയുടെ പേര് പരാമർശിച്ചിട്ടില്ല. തൃഷയുമായുള്ള ബന്ധം സംഗീത കണ്ടുപിടിച്ചപ്പോൾ എല്ലാം അവസാനിപ്പിക്കുമെന്ന് നടൻ ഉറപ്പു നൽകി. പക്ഷെ വീണ്ടും ബന്ധം തുടർന്നു. അതോടെയാണ് സംഗീത നടനെ വിട്ടുപോയതും വിവാഹമോചനം നേടാൻ തീരുമാനിച്ചതും. നടന്റെ മക്കൾ രണ്ടുപേരും സംഗീതയ്ക്കൊപ്പമാണ്. അതേസമയം നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രിക്കഴകം സംസ്ഥാനത്തെ 234 നിയമസഭാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ ഒരുങ്ങുന്നതായി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. പ്രമുഖ മണ്ഡലങ്ങൾ മുതിർന്ന നേതാക്കൾക്കായി നീക്കിവെക്കുമെന്നാണ് ലഭ്യമായ വിവരം. അതിൽ ജയസാധ്യതയുള്ളതും കടുത്ത മത്സരം നടക്കുന്നതുമായ മണ്ഡലങ്ങളും ഉൾപ്പെടുമെന്നാണ് സൂചന. അതിനിടെ പനയൂരിലെ TVK ആസ്ഥാനത്തെത്തിയ വിജയ് ഇന്ന് ഏകദേശം 60 സ്ഥാനാർത്ഥികളെ അഭിമുഖം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ട് 4200-ലധികം അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചത്. അവ പൂർണ്ണമായി വിശകലനം ചെയ്ത് മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നതാണ് TVKയും വിജയും ലക്ഷ്യമിടുന്നത്. സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്താൻ TVK ഒരുങ്ങുകയാണെന്നാണ് വിവരം. പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് മുതിർന്ന നേതാക്കളായ ബസി ആനന്ദ് ടി നഗറിലും ആദവ് അർജുന വില്യവാക്കത്തും അരുൺ രാജ് തിരുച്ചെങ്കോടും മത്സരിച്ചേക്കും. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം TVKയുടെ അവസാന വാക്കായ വിജയുടേതായിരിക്കും. 2024 ഫെബ്രുവരി 2-ന് സ്ഥാപിതമായ പാർട്ടി ആദ്യമായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ഭരണകക്ഷിയായ TMKക്ക് ശക്തമായ ഒരു ബദലായി സ്വയം അവതരിപ്പിക്കാനാണ് അവർ തീവ്രമായി ശ്രമിക്കുന്നത്. അധികാരം പങ്കുവെക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും TVKയുമായി തെരഞ്ഞെടുപ്പ് സഖ്യം ചേരാൻ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറായിട്ടില്ല. അതിനിടെ വിജയ് AAADMK BJP സഖ്യത്തിൽ ചേരുമെന്ന വാർത്തകൾ അടുത്തിടെ പ്രചരിച്ചിരുന്നു. നിലവിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കാനാണ് വിജയ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നായിരുന്നു റിപ്പോർട്ട്. എങ്കിലും AAADMK BJP സഖ്യത്തിൽ അദ്ദേഹം ചേരില്ലെന്ന് പനയൂരിലെ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ കോൺഗ്രസിന് സഖ്യത്തിൽ ചേരാൻ TVK വാതിൽ തുറന്നിട്ടപ്പോൾ കോൺഗ്രസ് TMK സഖ്യത്തിന് പിന്തുണ നൽകി വിജയുടെ മോഹങ്ങൾ ഇല്ലാതാക്കുകയായിരുന്നു. കോൺഗ്രസ് TMKയോട് കൂടുതൽ സീറ്റുകളും സർക്കാരിൽ ഒരു പങ്കും ആവശ്യപ്പെട്ടപ്പോൾ ആ ഓഫറുകൾ നൽകുമെന്ന് TVK പറഞ്ഞെങ്കിലും അവർ പനയൂരിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. നിലവിൽ ഭരണത്തിൽ ഇരിക്കുന്ന TMKയെ കൈവിട്ട് എന്തിന് പുതുമുഖമായ വിജയുടെ പാർട്ടിയുമായി ചേരണമെന്ന ചോദ്യമാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയർന്നത്. മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൽ നിർണായക സ്ഥാനം വഹിക്കുന്ന TMKയെ പിന്തുണയ്ക്കുന്നത് ബുദ്ധിയല്ലെന്നും കോൺഗ്രസ് മനസ്സിലാക്കി. ഇതോടെയാണ് വിജയുടെ വാഗ്ദാനങ്ങൾ നിരുപാധികം നിരസിച്ചത്. എന്തായാലും രാഷ്ട്രീയപരമായും അതുപോലെ വിജയുടെ പേഴ്സണൽ ജീവിതത്തിലും വലിയ രീതിയിലുള്ള തകർച്ചകൾ തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്.